നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഭക്ഷണം കഴിക്കുമ്പോൾ എവിടെയാണ് ശ്രദ്ധിക്കാറുള്ളത്? പലപ്പോഴും നമ്മുടെ കയ്യിൽ ഒന്നില്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും, ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ടി വി നോക്കിയിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടാവും. അതൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പം നല്ല ചിന്തകളായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും വേണ്ടാത്ത ചിന്തകളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ യാന്ത്രികമായിട്ടായിരിക്കും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഹായ്, ഐ എം ജാഫർ അലി, ഐ എം എ കോൺഷ്യസ് ലിവിംഗ് കോച്ച്. മൈൻഡ്സെറ്റ് റീസെറ്റ് എന്ന പ്രോഗ്രാമിൻ്റെ 22ാമത്തെ ദിവസത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം അല്ലേ, മനസ്സിനും ശരീരത്തിനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. എങ്ങനെ നമുക്ക് ഈ ഒരു മൈൻഡ്ഫുൾ ഈറ്റിങ്ങിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഡിറ്റോക്സ് വൈൽ ഈറ്റിംഗ് എന്നാണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ, ടി വി അല്ലെങ്കിൽ ലാപ്ടോപ്പ് പോലെയുള്ള ഡിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭക്ഷണത്തിലേക്ക് ശ്രദ്ധിച്ച് കഴിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവേറ്റ് യുവർ സെൻസസ്, നമ്മുടെ സെൻസസിനെ ആക്ടിവേറ്റ് ആക്കുക. ആ ഒരു ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയിലും മണത്തിലും അതുപോലെ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോലി, നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നത് വളരെ സ്ലോലി കഴിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ആസ്വാദനത്തിലൂടെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീലിംഗ് പെട്ടെന്നുണ്ടാകും. ബെനിഫിറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓവർ ഈറ്റിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എപ്പോഴും അറിയാതെ നമ്മൾ യാന്ത്രികമായിട്ട് കഴിക്കുമ്പോൾ ഒരുപാട് നമ്മൾ കഴിച്ചു പോകൂലേ. മറ്റൊന്ന്, നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ഉണ്ടാകും. ഏറ്റവും വലുത് അതാണ്. നമുക്ക് ഈ ഭക്ഷണം നമ്മളിലേക്ക് എത്തിച്ച പടച്ച തമ്പുരാനോട് ആദ്യം, രണ്ടാമത് ഈ ഒരു ഭക്ഷണം നമ്മളിലേക്ക് എത്തിക്കാൻ സഹായിച്ച എല്ലാ മനുഷ്യരും, ഒരുപാട്, അതിപ്പോൾ ഈവൻ നമ്മുടെ ഭാര്യ ആണെങ്കിൽ പോലും എല്ലാവരോടും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ നല്ലൊരു ആസ്വാദനവും അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് അറിഞ്ഞുകൊണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ കോൾ ടു ആക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ഇങ്ങനെ കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ഡിജിറ്റലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചൊന്ന് മൈൻഡ്ഫുള്ളായിട്ടൊന്ന് കഴിച്ചു നോക്കുക. അതിൻ്റെ ഫീലിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും. താങ്ക് യു.